വൽമൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. ചെരുപ്പിന്റെ വാറിനോളം അടുത്ത് കിടക്കുന്നു ഓരോരുത്തരിലേക്കും മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കണല്ലോ എന്ന ചിന്ത നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. രണ്ടാമത്തേത്, നന്മ ചെയ്ത് വിട പറഞ്ഞാൽ അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവരോടൊപ്പം സഹവസിച്ച് അവരെ ബാക്കിയാക്കി ലോകത്തോട് വിട പറഞ്ഞാൽ ആളുകൾ ആ നന്മ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉദ്കുറൂ മഹസിന മൗതാക്കും. നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരുടെ സുഹൃതങ്ങളെയും അപദാന മുദ്രകളെയും നിങ്ങൾ പറഞ്ഞോളൂ. അത് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതാണ്. പ്രിയ മെഹബൂബ് ഷാമിൽ സഖാഫി അൽഹംദുലില്ലാഹ് 2 വർഷം മർകസു സഖാഫത്തി സുന്നിയത്തുൽ ഇസ്ലാമിയിൽ പഠിച്ചു. ഇൽമുൽ ഇദാറയിൽ അഥവാ ഇൽമുൽ നഫ്സ്, ഇൽമുൽ ഇദാറ 2 ഡിപ്പാർട്ട്മെന്റുകളാണ്. രണ്ടും ഒരുമിച്ച് കൂട്ടി അധ്യാപനം നടത്തിയിരുന്ന അല്ലെങ്കിൽ താലീമ് നടത്തിയിരുന്ന ഒരു സന്ദർഭം. അവർക്ക് അൽ അഷ്ബാഹു വൻ നളായിർ എന്നൊരു കിതാബും അൽ അറബിയ്യത്തുൽ മുഅസ്സിറ എന്ന വിഷയവും ഈ വിനീതൻ ഓതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ധാരാളം മക്കൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും. പക്ഷേ ചില മുഖങ്ങൾ മനസ്സിൽ മറയാതെ കിടക്കും, മായാതെ കിടക്കും. അങ്ങനെയുള്ളൊരു മുഖമാണ് മർഹൂം മെഹബൂബ് ഷാമിൽ സഖാഫിയുടെ മുഖം. കാരണം അദ്ദേഹത്തിന്റെ വിനയം കൊണ്ടും താഴ്മ കൊണ്ടും ആ ഒരു മറ്റു മക്കൾക്കിടയിൽ നിന്ന് വിഭിന്നമായി ആ ഒരു സൗമ്യത, ആ ഒരു നിഷ്കളങ്കത എല്ലാ ഗുരുനാഥന്മാരെയും ഉസ്താദുമാരെയും ഹഠാത് ആകർഷിക്കുന്ന സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. പഠിപ്പിച്ച ഒരു ഗുരു എന്ന നിലയിൽ ആ മകനെ സംബന്ധിച്ച് ധാരാളം നമുക്ക് സന്തോഷത്തിന്റെ അനുഭവങ്ങൾ പറയാനുണ്ട്. മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അവിടെ സുഹൈൽ സഖാഫി കൂഫ എന്ന് പറയുന്ന ഒരു മകന്റെ നിക്കാഹിൽ പങ്കെടുത്തിരുന്നു. ആ സമയത്തും വന്ന് കണ്ട് സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് പിന്നീട് കാണാം എന്ന് പറഞ്ഞു പോയതാണ് മോൻ. പക്ഷെ അത് അവസാനത്തെ സംഗമമായിരുന്നുവെന്നോ അത് അവസാനത്തെ സംഗമമായിരുന്നു ഒരിക്കൽ പോലും നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയ മെഹബൂബ് ഷാമിൽ സഖാഫിയുടെ ഹദറത്തിലേക്ക് ഈ സദസ്സിന്റെ എല്ലാ സന്തോഷങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കട്ടെ. നല്ല ആലിമാണ്, നല്ല ഹാഫിളാണ്, ഇൽമിന്റെ അനുഭവങ്ങളുള്ള നല്ല മകനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമിന്റെ പൊരുത്തങ്ങളെല്ലാം ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ഇരിക്കുന്ന പ്രവർത്തകർക്കെല്ലാം ആ പ്രവർത്തകനായ ഷാമിൽ സഖാഫിയെ നന്നായി അറിയാം. അദ്ദേഹം ധാരാളം പ്രവർത്തിച്ചു. ഇത്രയും വലിയ പ്രവർത്തകരുടെ മനസ്സിലിടം നേടി ആ മോന് ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു തആല ഈ സദസ്സിന്റെ ചിത്രം ആ മകന് കാണിച്ചു കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു തആല നല്ല ക്ഷമ കൊടുക്കട്ടെ. കുടുംബക്കാർക്ക് വേണ്ടി പറയുകയാണ്. അബൂബക്കറത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ വേർപാട് നിങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അപ്പോൾ അബൂബക്കറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം, മാതാപിതാക്കളുടെ മരണം നടുവൊടിക്കും, മക്കളുടെ മരണം ഹൃദയം പിളർക്കും, സഹോദരന്മാരുടെ മരണം അത് ചിറകറുക്കും, ദമ്പതികളുടെ മരണം അവരവരുടെ സ്നേഹത്തിനനുസരിച്ചിരിക്കും. ഹൃദയം പിളർക്കുന്ന മരണമാണ് മക്കളുടെ മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മാതാപിതാക്കൾക്ക്, സഹോദരിമാർക്ക്, കൂട്ടുകുടുംബാംഗങ്ങൾക്ക് നല്ല ക്ഷമ അല്ലാഹു തആല കൊടുക്കട്ടെ. ഷാമിൽ സഖാഫിയുടെ മരണം എന്ന് പറഞ്ഞാൽ ഒരു ആലിമിന്റെ മരണമാണ്. ഒരു ആലിമിന്റെ മരണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സൗന്ദര്യം അതോടുകൂടെ ഒരല്പം കുറഞ്ഞു എന്നർത്ഥം. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 41-ാമത്തെ വചനം, അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, ആ ഭൂമിയുടെ പാർശ്വങ്ങളെ നമ്മൾ ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്നത് കണ്ടില്ലേ? ആ ഭൂമിയുടെ പാർശ്വങ്ങളെ നമ്മൾ ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്നത് അവർ കണ്ടില്ലേ? ഇതാണ് ഖുർആനിന്റെ ചോദ്യം. ആ ചോദ്യത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പണ്ഡിതർ വിശദീകരിച്ചത് ബിമൗതിൽ ഉലമാഇ വബിമൗതിൽ ഉമറാഇ, ഇൽമിന്റെ അഹ്ലുകാരുടെ മരണമാണ് ആ പറഞ്ഞ പാർശ്വങ്ങളെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഭൂമിയുടെ അലങ്കാരം ചുരുക്കി ചുരുക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞതിനർത്ഥം ഒരു ആലിമിന്റെ മരണത്തോടെ ഭൂമിയുടെ സൗന്ദര്യം അത്രയും കുറയുന്നു.
അങ്ങനെ പണ്ഡിതന്മാർ പൂർണ്ണമായും ലോകത്തോട് വിട പറയുമ്പോൾ അന്ത്യനാട് സംഭവിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമിന്റെ പൊരുത്തം അദ്ദേഹത്തിന്റെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മുതഅല്ലിമീങ്ങളുണ്ട്, അവർ സേവനം ചെയ്ത മേഖലയുണ്ട്, അവര് ആരോടൊപ്പമാണോ സഹവസിച്ച് പ്രവർത്തിച്ചത് ആ പ്രവർത്തകരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല മനക്കരുത്ത്, നല്ല ഹിമ്മത്ത് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഒരു നാള് നമ്മൾ മരിക്കും. നന്മ ചെയ്താ മരിച്ചതെങ്കിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി നല്ലത് പറയാനുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അയ്യുമാ മുസ്ലിമിൻ ഷഹിദ ലഹു അർബഅത്തുൻ ബിഖൈരി അദ്ഖലഹു അല്ലാഹുൽ ജന്ന. അയ്യുമാ മുസ്ലിമിൻ ഷഹിദ ലഹു അർബഅത്തുൻ ബിഖൈരി അദ്ഖലഹു അല്ലാഹുൽ ജന്ന. ഒരു മനുഷ്യന്റെ വേർപാടിന് ശേഷം നാലാളെങ്കിലും ഒരുമിച്ച് കൂടി ആ മനുഷ്യൻ ജീവിതകാലത്ത് ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ വിട പറഞ്ഞ മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന് ഉറപ്പിച്ചോളൂ.